അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ഭാര്യയുടെ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അറബി എല്ലാത്തിനും റെഡിയാവുകയാണ്. പക്ഷേ ഒരിക്കലും അയാൾ ആഗ്രഹിക്കുന്നില്ല അവളെ നിക്കാഹ് കഴിക്കുവാൻ. കാരണം അവളുടെ വയറ്റിൽ വളരുന്നത് മറ്റാരുടെയോ കുഞ്ഞാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ തൻ്റെ ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിച്ച് മതിയാവൂ. ഫർസാനയും അറബിയും തമ്മിലുള്ള ആ ഒരു കരാർ. ഫർസാന, നീ അഭിനയിക്കണം. ജീവിതത്തിൽ കുറച്ച് ദിവസമെങ്കിലും എൻ്റെ ഭാര്യയായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അതിയായ ആഗ്രഹമാണ് നിന്നെ ഇന്നിവിടെ എത്തിച്ചത്. അവളുടെ മനസ്സിന് വിഷമമില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. സമ്മതമല്ലേ? അർബ, എനിക്ക് സമ്മതമാണ്. അതിന് തൻ്റെ കുഞ്ഞ് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അതാ ഫർസാന മനസ്സിലാക്കുന്നു. റബ്ബേ, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടണം. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഇവരോട് പറയും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അല്ലാ, അൽഹംദുലില്ലാ, ഇപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനമുണ്ട്. അവൾ ആ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എനിക്ക് കുഞ്ഞിനെ തന്നത് നീയാണ്. അത് തെറ്റായ മാർഗത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് നിഷ്കളങ്കനാണ്. ഒന്നും അറിയില്ല. നിഷ്കളങ്കമായ കുട്ടിയാണത്. പഠിച്ചോനെ, നീ സൃഷ്ടിച്ച ഈ ഒരു കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ എല്ലാം റാഹത്താകണേ അല്ലാ. യാതൊരു കുഴപ്പവും എൻ്റെ കുഞ്ഞിന് സംഭവിക്കല്ലേ. തൻ്റെ കുഞ്ഞ് സുരക്ഷിതമാവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവൾ മനസ്സിലായപ്പോൾ ഫർസാന എല്ലാത്തിനും സമ്മതിക്കുകയായിരുന്നു. അർബ, ഞാൻ തയ്യാറാണ് അങ്ങയുടെ കൂടെ ജീവിക്കാൻ, അതെ, ജീവിതത്തിൽ അഭിനയിക്കാൻ. ഫർസാന, ഇൻഷാ അല്ലാ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഫർസാനയും തമ്മിലുള്ള സംഭാഷണം എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ സൈത്തൂൻ ബീവിക്ക് എന്നും പ്രയാസമായിരുന്നു. എന്നാൽ അന്ന് ചിരിച്ചുകൊണ്ട് അർബാവ് തൻ്റെ മുമ്പിലേക്ക് വരുന്നു. യാ സൈത്തൂൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ തന്നെ അവൾക്ക് പകുതി സന്തോഷമായി. സൈഫ്, എന്തായി കാര്യങ്ങൾ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാത്തിനും അവൾ സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയുടെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ തുള്ളിച്ചാടുകയായിരുന്നു. അവൾ തൻ്റെ അർബാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അർബാവ്, നിങ്ങളാണ് എൻ്റെ സന്തോഷം. എനിക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി നിങ്ങളതിന് സമ്മതിച്ചല്ലോ. അൽഹംദുലില്ലാ, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. സൈത്തൂൻ, നീ വിഷമിക്കല്ലേ. കാര്യങ്ങളൊക്കെ നിൻ്റെ മിടുക്കുകൊണ്ട് അങ്ങ് ശരിയായി. പക്ഷെ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അറബിക്ക് ചെറിയൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. റബ്ബേ, എങ്ങനെ ഒരു റൂമിൽ ഒരിക്കലും ഹേയ്, അത് ശരിയാവില്ല. അതെന്തൊക്കെ തന്നെയാലും ഞാനും അവളും അവിടെ കിടക്കുമ്പോൾ അതിനിടയിൽ ഇബ്ലീസ് വരും. തൽക്കാലം അതിൽ നിന്നൊക്കെ വലിയ മോചനമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അർബ, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? പിന്നെ എന്താ നിക്കാഹ്? നിക്കാഹോ? അതൊക്കെ വളരെയധികം ലളിതമായി അങ്ങ് നടത്തിയാൽ മതി. അപ്പോൾ നിക്കാഹിന് വേണ്ട വലിയ അതോ? അതൊക്കെ എനിക്ക് പള്ളിയിലൊക്കെ അറിയുന്നവരുണ്ട്. ആരും അറിയാതെ ഒരു 4 ആൾ മാത്രം കൂടിയ ചെറിയൊരു നിക്കാഹ് അതുപോരെ? അറബി താൽക്കാലികമായി അവളോട് അങ്ങനെ പറഞ്ഞു. അതെങ്ങനെ? നിക്കാഹ് ആകുമ്പോൾ അത് നാടറിയണം, വീടറിയണം, എല്ലാം അറിഞ്ഞ് നടത്തണം. അതാണ് എനിക്ക് താല്പര്യം. അങ്ങയുടെ ഭാര്യയല്ലേ ആകാൻ പോകുന്നത്, പിന്നെന്താ ഇത്ര മടി? അത് സൈത്തൂൻ, നീ പറയുന്നത് പോലെ ഒന്നുമല്ല. ഒന്നും പറയണ്ട. എൻ്റെ വീട്ടുകാരും അറിയണം, ഇവിടുത്തോലും അറിയണം, നാട്ടുകാരറിയണം. നല്ല രീതിയിൽ നിക്കാഹ് നടത്തണം. ശരിക്കും അറബി ഇവിടെ പെടുകയായിരുന്നു. റബ്ബേ, പ്ലാനിങ് എല്ലാം പൊളിയുമോ എങ്ങനെയെങ്കിലും? അതും ഗർഭിണിയായ ഒരു പെണ്ണിനെ ഞാൻ ശരിക്കും നിക്കാഹ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഹേയ്, അതൊന്നും നടക്കുന്ന കേസല്ല. എന്താപ്പോൾ? പക്ഷേ എൻ്റെ ഭാര്യ, അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതിന് കൂട്ടു നിൽക്കുന്നു എന്ന് മാത്രം. സൈത്തൂൻ ബേബി വളരെയധികം സന്തോഷത്തിലാണ്. അവൾ ആ കൊട്ടാരത്തിലുള്ളവരോടൊക്കെ ഓടി നടന്ന് പറയുകയാണ്, അതെ, സൈഫിൻ്റെ നിക്കാഹുണ്ട്. നിക്കാഹോ?
സെർവൻസിനോടൊക്കെ പറയുന്നുണ്ട്. അതെ, എൻ്റെ സെയ്ഫ് നിക്കാഹ് കഴിക്കാണ്. അല്ല, അതെന്താ? എല്ലാവരും അത്ഭുതത്തോടെ. എന്നാൽ സെയ്ഫിനെ ഒരിക്കലും അത് ഇഷ്ടമല്ലായിരുന്നു പറയുന്നത്. ജെയ്ത്തൂൻ ബീവി ഉമ്മയുടെ അടുക്കലെത്തി. യാ ഉമ്മി, ഉമ്മി, നമ്മുടെ സെയ്ഫിൻ്റെ നിക്കാഹ് കേട്ടോ. ശരിക്കും ആ ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു ഭാര്യ മറ്റൊരു പെണ്ണിനെ തൻ്റെ ഭർത്താവ് വിവാഹം കഴിക്കുമ്പോൾ ഇത്രയധികം സന്തോഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ ഉമ്മ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. മോനെ സെയ്ഫ്, യാ സെയ്ഫ്, അറബിയെ വിളിച്ച് ഉമ്മ ചോദിക്കുന്നു. എന്തായി മോനെ, കാര്യങ്ങളൊക്കെ ശരിയായോ? ആയിക്കോട്ടെ, ഈ വീട്ടിലും വേണ്ടേ ഒരു അനന്തരാവകാശി ഈ ഒരു കുടുംബത്തിൽ? അല്ലാതെ അവൾ പറയുന്നതിലും കാര്യമുണ്ട്. ജെയ്ത്തൂൻ ബേബി എന്താ പറഞ്ഞത് അതിനനുസരിച്ച് മാത്രമാണ് ഉമ്മ എപ്പോഴും നിൽക്കാറുള്ളൂ. ബീവിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തുമാവാം, അതുതന്നെയാണ് ഉമ്മയുടെയും ഇഷ്ടം. അങ്ങനെ അതാ അവരുടെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ജെയ്ത്തൂൻ ബീവി പറയുകയാണ്, അത് എന്തായാലും ഉഷാറാക്കണം. ചെറിയ രീതിയിൽ കഴിഞ്ഞാൽ പോരാ, പിന്നെ മസ്രയിലെ ആളുകളെ വിളിക്കണം, എൻ്റെ ഫാമിലിയെ വിളിക്കണം, ഇവിടുത്തെ ഫാമിലിയെ വിളിക്കണം. അതൊക്കെയാണ് ജെയ്ത്തൂൻ ബീവി ആഗ്രഹിക്കുന്നത്. പക്ഷേ സെയ്ഫ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് രാത്രി ജെയ്ത്തൂൻ ബീവിയുടെ കൂടെ സെയ്ഫ് കിടക്കുമ്പോൾ പറഞ്ഞു, ജെയ്ത്തൂൻ, ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ ഒരു നിക്കാഹ്, അത് ഞാൻ തന്നെ കഴിച്ച് പള്ളിയിൽ വെച്ച് ആക്കി കൊണ്ടുവരാം. അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും താല്പര്യമില്ല ഇത് നാടറിഞ്ഞ് ആളറിഞ്ഞ് നടത്താൻ. എൻ്റെയും നിൻ്റെയും കല്യാണം നിക്കാഹ് 6 വർഷം മുമ്പ് ഇവിടെ മാകെ നിറഞ്ഞു കവിഞ്ഞ രീതിയിൽ നടത്തിയിരുന്നു, ഒരാളെയും ഉപേക്ഷിക്കാതെ എല്ലാവരും ഉണ്ടായിക്കൊണ്ട്. പക്ഷേ ഈ ഒരു നിക്കാഹിന് എനിക്കൊട്ടും താല്പര്യമില്ല. എന്ത്? സെയ്ഫ് എന്താ പറഞ്ഞത്? അല്ല, അതല്ല, ആളുകളെ കൂട്ടുന്നതിൽ അതിനെന്താ, എല്ലാവരും അറിയണമല്ലോ. ഇനി സെയ്ഫും അവളും ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ എല്ലാവരും ചോദിക്കൂലേ? അതൊക്കെ പിന്നെയല്ലേ ആലോചിക്കുക. ഇപ്പോൾ തൽക്കാലം അത്ര വലിയൊരു നിക്കാഹ് വേണ്ട. തൻ്റെ ഭാര്യയ്ക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു ചെറിയ രീതിയിൽ നിക്കാഹ് എന്നതിനെക്കുറിച്ച്. കാരണം തൻ്റെ വീട്ടുകാർ, തൻ്റെ പിതാവ്, മാതാവ് എല്ലാവരും അതിൽ പങ്കെടുക്കണം. എൻ്റെ ഭർത്താവിൻ്റെ പുതിയ ഭാര്യയെ അവരെല്ലാവരും കാണണം. അതൊക്കെ തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലെ ടെൻഷൻ, പേടി, അത് അറബിക്ക് മാത്രമേ ഉള്ളൂ. കാരണം അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. അതുമാത്രമല്ല, മറ്റൊരാളെ കുഞ്ഞിനെ ഗർഭം ചുമന്ന പെണ്ണുമാണ്. അവളെയാണ് ഞാൻ നിക്കാഹ് കഴിക്കുക എന്നതിൻ്റെ പേരിൽ. പഠിച്ചോനെ നീ പൊറുക്ക്. ഒരിക്കലുമില്ല ജെയ്ത്തൂൻ. അന്ന് രാത്രിയിൽ അറബിയും ഭാര്യയും കിടക്കുമ്പോൾ വിളിക്കുന്നു. യാ ജെയ്ത്തൂൻ. എന്തർബ? സെയ്ഫ്, എന്ത് പറ്റി? എനിക്കാകെ ടെൻഷനാവുന്നുണ്ട്. എന്തിന് ടെൻഷൻ? എല്ലാം ഇതുവരെ എത്തി. പ്ലീസ്, ഇനി നിങ്ങൾ ടെൻഷനാക്കി കാര്യങ്ങളൊന്നും വഷളാക്കരുത്. എൻ്റെ മനസ്സിലത്തെ ആഗ്രഹമാണ്. ഇനിയൊന്നും ഞാൻ പറയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എനിക്ക് ജീവിതത്തിൽ അങ്ങയോട് പറയാനുള്ള ഒരു അപേക്ഷ ഇത് മാത്രമാണ്. ഇനിയൊന്നും ഞാൻ പറയൂല. അതല്ല പെണ്ണെ, അതൊക്കെ വലിയ ഹേയ്, നോ പ്രോബ്ലം, ഒന്നും ഉണ്ടാവില്ല. അവൾക്ക് സമ്മതമായില്ലേ, പിന്നെന്താ? അറബിയുടെ മനസ്സിൽ ആകെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം റബ്ബേ, ഞാൻ അവളെ നിക്കാഹ് കഴിച്ചു എന്ന പേരിൽ ഒരു പക്ഷേ ഞാനും അവളും ഒരു റൂമിൽ ആകും. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയാൽ അതും വലിയൊരു പ്രശ്നമായി തീരും. പക്ഷേ അതല്ല, അവൾ ഗർഭിണി കൂടിയാണ്. അതിലും നല്ല ടെൻഷനുണ്ട് എനിക്ക്. എൻ്റെ ബീവിയുടെ ഒരു കാര്യം ഇതങ്ങ് തുറന്ന് പറഞ്ഞാലോ? അവളോട് തുറന്ന് പറയണം എനിക്ക്, അവൾ ഗർഭിണിയാണ്, മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് എന്നുള്ളത്. ഒരു പക്ഷേ അവളതറിയുമ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോവും. അവൾക്ക് വല്ലാത്ത വിഷമമായി തീരും. അവൾ ഇതുവരെ ആഗ്രഹിച്ചതെല്ലാം തട്ടിത്തെറിച്ച് പോകുന്ന പോലെയായിരിക്കും. വേണ്ട, അവളുടെ സന്തോഷം അത് നഷ്ടപ്പെടുത്തണ്ട. എനിക്കല്പം ടെൻഷനുണ്ടായാലും. ബീവി, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അതല്ല, ആളറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് നടത്തുകയാണെങ്കിൽ
അതെനിക്ക് അല്പം മോശമായിട്ടാണ് എൻ്റെ ബീവി തോന്നുന്നത്. എൻ്റെ സെയ്ഫ്, എന്താണിത്? ഞാനല്ലേ എല്ലാത്തിനും വിലങ്ങടിച്ച് നിൽക്കേണ്ടത്? പക്ഷേ ഇത് എൻ്റെ കൂടി ആവശ്യമല്ലേ? നമ്മുടെ ആവശ്യമല്ലേ? നമ്മൾക്കാണ് കുഞ്ഞ് വേണ്ടത്. അതിനാണ് സെയ്തൂൻ അതൊക്കെ പറയാണ്. അതിലൊരു കുഞ്ഞിക്കാല് ജനിച്ചു കഴിഞ്ഞാൽ അത് ഞാനും അവളും ഉള്ള ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞ്. പക്ഷെ ഒരിക്കലും നിനക്കതിനെ... സെയ്ഫ്, എന്തീ പറയുന്നത്? അങ്ങയുടെ കുഞ്ഞാകുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുമോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതല്ലടി, എന്തായാലും അതൊരു അവകാശികൾ അതിന് വേറെ ഉണ്ടാകും. അവളുടെ കുഞ്ഞാകുമ്പോൾ അത് നമുക്ക് കിട്ടുമോ? സെയ്ഫ്, അത് അവളുടേത് മാത്രമല്ലല്ലോ, അങ്ങയുടേത് കൂടിയല്ലേ. അത് കേട്ടപ്പോൾ ശരിക്കും അറബിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പഠിച്ചവനെ, ഇതൊന്നും അവൾ അറിയുന്നില്ല. തൽക്കാലം ജീവിതത്തിൽ അഭിനയിക്കുക, അതേ മാർഗമുള്ളൂ. പക്ഷെ നിക്കാഹ് ആളറിഞ്ഞ് നടക്കുമ്പോൾ, ഞാൻ അവളെ നിക്കാഹ് ചെയ്യുന്ന അത് എല്ലാവരും കാണുമ്പോൾ തൽക്കാലം തൻ്റെ ബേബിയോട് ഒന്ന് പറയാം, അവളെ നിക്കാഹ് കഴിച്ചെന്ന്. പള്ളിയിൽ പോയിട്ട് നാളെ അവളറിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയണം. എന്നിട്ട് ഒരു മാല വാങ്ങണം, അതവളുടെ കൈകളിൽ കൊടുക്കണം. നാ മഹർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവൾ ചോദിക്കും മഹർ എവിടെയെന്ന്. ഒരിക്കലും മഹറായിട്ടല്ല, അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് അവൾക്ക് കൊടുക്കാം. റബ്ബേ, നീ പൊറുക്ക്. ഒരിക്കലും അവളെ ഞാനിപ്പോൾ നിക്കാഹ് കഴിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അഭിനയിക്കുകയാണ്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. സെയ്ഫ്, എന്താ ഉറങ്ങുന്നില്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന എന്താ? ഭാര്യയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഭർത്താവിന് എന്ത് പറയണമെന്നായിപ്പോയി. കാരണം നാളത്തേക്കുള്ള പ്ലാനിങ് ആണ് എല്ലാം. അതിൽ നിന്ന് തെന്നി മാറി പോകാൻ പാടില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അവളോട് പറയണം, നിക്കാഹ് കഴിഞ്ഞു, ഇനി പാർട്ടിയാക്കാം എല്ലാവരെയും വിളിച്ച്. അങ്ങനെ ഒരു പാർട്ടി അങ്ങ് കൊടുക്കാം. അല്ലാതെ നിക്കാഹിന് എല്ലാവരും കൂടി കഴിയുമ്പോൾ ഞാനത് നിക്കാഹ് ചെയ്യുന്നത് എല്ലാവരും കാണും. ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല. അറബി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. സെയ്ഫ്, പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ എൻ്റെ ദിവസത്തിൽ നിന്ന് 5 ദിവസം ഞാൻ അവൾക്ക് വേണ്ടി നൽകൂട്ടോ. 2 ദിവസം മാത്രം മതി എനിക്ക്. സെയ്തൂൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെ? എനിക്ക് നിൻ്റെ കൂടെ കിടക്കാഞ്ഞാലേ എങ്ങനെ ഉറക്കം വരുമോ? അങ്ങനെ പറയരുത്. അവളും എൻ്റെ സെയ്ഫിൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെയും ചിലവഴിക്കണം. ഓ, അങ്ങനെയൊന്നുമില്ല. രാത്രികാലങ്ങളിൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ... അപ്പോൾ സെയ്ഫ് അവളും ഭാര്യയാകാൻ പോവല്ലേ? ആയിരിക്കും. പക്ഷേ എനിക്കെൻ്റെ സെയ്തൂൻ ബീവിയുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അത് പറ്റില്ല. അവൾക്ക് വിഷമാവില്ലേ? നിക്കാഹ് കഴിച്ചാൽ എനിക്കും അവൾക്കും ഒരു സ്ഥാനമല്ലേ? എൻ്റെ സെയ്ഫിനെ അറിയുന്നതല്ലേ? ആ, ഓക്കെ. അവൾ യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്. അതുമാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവളെയാണ് കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സെയ്ഫ് പറയുന്നത്, നിങ്ങൾ കൂടുതലായിട്ട് അവളോട് ഇടപഴകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിന് ഇത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ പെണ്ണിനെ കൈപിടിച്ച് നൽകുന്നത്. സ്വീകരിക്കണം നല്ല രീതിയിൽ. തൻ്റെ ഭാര്യ ആത്മാർത്ഥമായിട്ടാണ് അതെല്ലാം സെയ്ഫിനോട് പറയുന്നത്. ശരിക്കും അറബി എന്ത് ചെയ്യണം എന്നായി പോവാണ്. റബ്ബേ, അവളുടെ കാര്യങ്ങൾ ഇവളോട് പറഞ്ഞാൽ അതൊരു പക്ഷേ വലിയ പ്രശ്നമായി തീരും, ടെൻഷനാകും. അങ്ങനെയൊക്കെ തൽക്കാലം ഒന്നും മിണ്ടണ്ട. എൻ്റെ ബീവിക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷനും പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക, അതെ വഴിയുള്ളൂ. അങ്ങനെ അതാ പുതിയൊരു തീരുമാനം അറബി എടുക്കുന്നു. നാളെ ആരും അറിയാതെ രാവിലെ ഇറങ്ങണം. എന്നിട്ട് നേരെ ജ്വല്ലറിയിലേക്ക്. അവിടെ നിന്ന് ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കൊണ്ടുവന്ന് പറയണം, മഹർ കാണിച്ചു കൊടുക്കണം. അതൊക്കെയാണ് പ്ലാനിങ്. പൊളിയാതെ ഇരുന്നാൽ എന്തായാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അറബിയുടെ പുതിയ തീരുമാനങ്ങൾ അങ്ങനെയായിരുന്നു. നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മാല വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കണം. അറബിയുടെ പ്ലാനിങ് ഇതൊക്കെയാണ്.
ഇതെല്ലാം സെയ്ത്തൂൻ ബീവി കണ്ടുപിടിക്കുമോ? അതോ ഒന്നും സംഭവിക്കില്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.